കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നേക്കുന്ന സെമി സിൽക്ക് സാരി ആൻഡ് ഫുള്ളായിട്ട് ഒരു ബ്രൊക്കേഡ് ലുക്കിലാട്ടോ വന്നേക്കുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്കിൻ്റെയും മെറൂണിൻ്റെയും കോമ്പിനേഷൻ, ഒരു പിങ്ക് ചോർന്നിട്ടുള്ള മെറൂൺ ആട്ടോ. ആൻഡ് ഇതിൻ്റെ ബോഡിയിൽ ത്രൂ ഔട്ട് ഒരു ജോമെട്രിക് പാറ്റേണിലുള്ള ഒരു വീവിങ് സ്റ്റൈൽ, കോപ്പർ സെറി യൂസ് ചെയ്തിട്ടാട്ടോ ഒരു വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് പല്ലു പോർഷനിൽ 2 ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് അതിനകത്ത് തന്നെ ഒരു ജോമെട്രിക് പാറ്റേണിലുള്ള ഒരു വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ബ്രൊക്കേഡ് ലുക്കിൽ ആൻഡ് കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നേക്കുന്ന ബോർഡറും അതുപോലെ പല്ലുവും ആൻഡ് ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ലുക്കിലാട്ടോ വന്നേക്കുന്നത്. ആൻഡ് ഉടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്ലീറ്റ്സൊക്കെ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ഞാനിപ്പോൾ കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തിങ്ങനെ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സൊക്കെ എടുത്ത് ഇങ്ങനെ വെയർ ചെയ്യാനാണെങ്കിലും സിംഗിൾ പ്ലീറ്റ് ഇട്ട് വെയർ ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈവനിങ് വരെ ആ ഒരു സാരി കീപ്പ് ചെയ്ത് നമുക്ക് ഓടയാതെ അല്ലെങ്കിൽ ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈവനിങ് ഫംഗ്ഷൻ കഴിയുന്നവരെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു കസിൻസിനൊക്കെ ഒരു സെയിം ലുക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ബൾക്ക് ഓർഡേഴ്സ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് കൊണ്ടുവന്നേക്കുന്ന കളക്ഷനാണ്. ഇതിൻ്റെ കോഡ് വരുന്നത് KF 124 എന്ന കോഡിലാട്ടോ ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ള. ആൻഡ് 1999 പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്ന സെമി സിൽക്ക് സാരി. പാർട്ടി വെയർ ലുക്കിൽ വരുന്ന കുറച്ച് സാരീസാണ് കേട്ടോ ഞാനിന്ന് എടുത്തു വെച്ചേക്കുന്നത്. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലും അതുപോലെ തന്നെ നെറ്റിൽ ലേസിൽ ഫുൾ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സാരീസ്. ഈ ഒരു 3000 മുതൽ 4500 റേഞ്ചിൽ വരുന്ന സാരീസാണ് എല്ലാ സാരീസും വരുന്നത്. ഇപ്പോൾ നമുക്ക് എപ്പോഴും യങ്സ്റ്റേഴ്സൊക്കെ ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവരൊക്കെ ഓർഗൻസ ഫാബ്രിക് അല്ലെങ്കിൽ നെറ്റ് ഫാബ്രിക്, ലേസ് ഫാബ്രിക് അങ്ങനെയുള്ള സാരീസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഓർഗൻസയിൽ സ്റ്റോൺ വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്, അതുപോലെ തന്നെ നെറ്റിൽ ഫുൾ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നതൊക്കെ സാരീസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് എടുത്തു വെച്ചേക്കുന്നത്. ഫസ്റ്റ് സാരി നമുക്ക് ഏറ്റവും മുകളിൽ ഇരിക്കുന്ന സാരി തന്നെ ആദ്യം കാണാം. ഇതിൽ സ്റ്റോൺ വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കാണ് കേട്ടോ സാരിയിൽ ഫുള്ള്. ഇതിൻ്റെ ഫാബ്രിക് ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇത് ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കാണ്. ഇതിൽ ഫുൾ ബോർഡറിൽ സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെ ഹൈലൈറ്റും. ബോർഡറിൽ വന്നേക്കുന്ന സ്റ്റോൺ വർക്ക് ഒരു സിൽവർ കളറിലുള്ള സ്റ്റോൺ വർക്കും ബോഡിയിൽ വന്നേക്കുന്ന ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺ വർക്ക് ഡീറ്റെയിലിംഗുമാണ് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവ്സിലും എല്ലാം ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫുൾ സാരി ഇതുപോലെയാണ് വന്നേക്കുന്നത്. SPP 2684599 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ഇത് സിംഗിൾ ലെയർ ആയിട്ടൊക്കെ ഉടുത്ത് സെയിം ബ്ലൗസൊക്കെ പെയർ ചെയ്ത് സിംഗിൾ ലെയർ ആയിട്ടൊക്കെ ഉടുക്കാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള സാരിയാണ്. ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് സാരി ഉടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ളൊരു സാരി. നെക്സ്റ്റ് വന്നേക്കുന്നത് ലേസ് ഫാബ്രിക്കിൽ വന്നേക്കുന്ന നെറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്ന സാരിയാണ് കേട്ടോ. നെറ്റ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന സാരി. എല്ലാം നല്ല പേസ്റ്റൽ ടോൺസിലാണ്. SPP 305 ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ്. 3099 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സാരിയിൽ ഇതുപോലെ ലേസിൻ്റെ സാരിയാണ്. എന്നിട്ട് അതിൽ സെയിം കളർ സാറ്റിൻ അണ്ടർ സ്കേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ബ്ലൗസും കുറച്ച് ലോങ്ങറായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താണ്. പിന്നെ ഈ ട്രാൻസ്പെറൻസിയുടെ അത്രയും ഇഷ്യൂ വരുന്നില്ല. ഫുൾ ഈ അപ്പം ചെസ്റ്റ് പോർഷനിലൊക്കെ ഫുള്ളായിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നതുകൊണ്ട് അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. നെറ്റ് ഫാബ്രിക്കാണ്. 3099 ആണ് കേട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത്. SPP 305 ആണ് പ്രോഡക്റ്റ് കോഡ്. ഇത് ഫസ്റ്റ് കളർ. ഇതൊരു ഗ്രീൻ കളറാണ്, നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ടോൺ. ഇനി നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതെല്ലാം ഒരു നെറ്റ് ഫാബ്രിക്കിൽ വരുന്നതാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതുപോലെ ഒരു ഡയമണ്ട് വീവിങ് പാറ്റേണിൽ ഫുൾ സാരിയിൽ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. എഡ്ജസിൽ ഇതുപോലെ തിക്കായിട്ട് വരുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. ഫുൾ ബോഡി ഇത് ഓർഗൻസ ഫാബ്രിക്കാണ് കേട്ടോ. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്. ഇത് നെറ്റ് ഫാബ്രിക്കാണ്, ഓർഗൻസ അല്ല, നെറ്റ് ഫാബ്രിക്കാണ്. എഡ്ജസ് എല്ലാം നല്ല ഭംഗിയായിട്ട് ഫുൾ എംബ്രോയ്ഡറിയിൽ ഫിനിഷ് ചെയ്തേക്കാണ്. ബോഡിയിൽ ഇതുപോലെ ചെക്ക് പാറ്റേണിൽ വന്നേക്കാണ്. ആൻഡ് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ലേസ് ഫാബ്രിക്കിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ബോഡി ഫുള്ളായിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ഉള്ളപ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ ഭംഗി. ഇതാണ് അടുത്ത സാരി. ആൻഡ് ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് വരുന്നത് SPP ആണ്. പ്രോഡക്റ്റ് കോഡ് SPP 3104299 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്.
ഒരു 3099 മുതൽ 4599 വരെയുള്ള റേഞ്ചസിലുള്ള സാരീസാണ് കേട്ടോ നമ്മളിത് കാണുന്നത്. 4299 ആണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ബ്ലൂയിഷ് ഗ്രീനിഷ് ബ്ലൂ, അങ്ങനെ എന്താ ഒരു സ്കൈ ബ്ലൂവിനകത്ത് ഒരു ചിഞ്ച് ടീൽ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കണ്ടോ. അപ്പോൾ ബോഡിയിലൊക്കെ ഫുൾ സാരിയിൽ ഇതുപോലെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന സാരി. നെറ്റാണ് ഫാബ്രിക്. വേണ്ട ഹാൻഡിൽ ചെയ്യാൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള സാരിയാണ്. SPP 313 3999 ആണ് പ്രൈസ് വരുന്നത്. 3999 പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള സാരിയാണ്. നെറ്റ് ഫാബ്രിക്കിൽ തന്നെ വരുന്ന വേറെ 2 കളേഴ്സ്. ഇത് ബോട്ടിൽ ഗ്രീൻ ഇതെല്ലാം നെറ്റ് ഫാബ്രിക്ക് വരുമ്പം ഫുൾ സാരിയിൽ ഇതുപോലെ ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരികയാണ് കേട്ടോ. അപ്പർ ധാവണി പോർഷനിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി വന്നിട്ട് ആ ഒരു പ്ലീറ്റിൻ്റെ പോർഷനിലോട്ട് വരുമ്പം ഓൾമോസ്റ്റ് 3/4 എംബ്രോയിഡറി, അതായത് ഇപ്പം നമ്മൾ പ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറത്ത് കാണുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ വർക്ക് ഡീറ്റെയിലിംഗ് വരുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. നല്ല കളറുമാണ്, നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ കളർ. ബോട്ടിൽ ഗ്രീനിൽ സെയിം കളർ ത്രെഡ് കൊണ്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. 4499 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. SPP ആണ് പ്രോഡക്റ്റ് കോഡ് 4499. SPP 309 ആണ് പ്രോഡക്റ്റ് കോഡ്. 4499 ആണ് പ്രൈസ് വരുന്നത്. ഇനി ലാസ്റ്റ് കളർ നോക്കാം. ഇത് സെയിം കോൺസെപ്റ്റ്, നെറ്റ് ഫാബ്രിക്, ഇതിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, സെയിം കളർ ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. SPP 311 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ നെറ്റ് ഫാബ്രിക്കിൽ വരുമ്പം ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. നെറ്റ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നെറ്റ് ഫാബ്രിക്കിൽ സാരീസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമുള്ള സാരീസാണ്. ഇതുണ്ടോ, സാരിയുടെ ലോവർ പോർഷനിൽ ഇതുപോലെ എംബ്രോയിഡറി വന്നിട്ട് സിംഗിൾ ലെയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സിംഗിൾ ലെയർ ആയിട്ട് വരുന്ന ലുക്ക്. നല്ല ഭംഗിയായിട്ട് വരുന്ന വീവിങ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ആ ഒരു വേവ്സിൻ്റെ ഷേപ്പിലാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്ന SPP 3113899 ആണ് പ്രൈസ്. വേണ്ട ഇനിയാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ട് സെയിം നെറ്റിൽ തന്നെ വരുന്ന ഫാബ്രിക്കിൽ വരുന്ന ബ്ലൗസ് ഡീറ്റെയിലിംഗ്. ഇതെല്ലാം SPP കോഡിലാണ്. ഡ്രൈപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. 2 ഡിഫറെൻറ്റ് കളേഴ്സ്, എന്നാൽ കോംപ്ലിമെൻ്ററി കളേഴ്സുമാണ്. മഞ്ഞയ്ക്ക് പർപ്പിൾ ബ്ലൗസും പർപ്പിളിന് മഞ്ഞ ബ്ലൗസും എപ്പോഴും ഒരു ക്ലാസിക് ഇന്ത്യൻ എത്നിക് സ്റ്റൈൽ എന്ന് പറയാം. ഇന്ന് നമുക്ക് അതിൽ വന്നിട്ടുള്ള 2 സാരീസ്. ട്രഡീഷണൽ ആയിട്ടുള്ള ബോർഡർ പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി. ഇതുണ്ടോ, നല്ല തിക്കായിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ്, ബൂട്ട പാറ്റേൺസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരി. അതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് TT223 12,499. ഇതാണ് ഒരു നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ മഞ്ഞ കളർ. അതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഡിസൈനർ കാഞ്ചീപുരം സാരീസിൽ വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സാരിയാണ്. ചെറിയൊരു പൈപ്പിംഗ് ബോർഡറോട് കൂടിയിട്ട് ബോഡിയിൽ ബൂട്ട വീവിങ്, അതും ഫ്ലോറൽ ബൂട്ട വീവിങ് വന്നിട്ടുള്ളൊരു കളക്ഷൻ. അപ്പം അതൊരു പേർപ്പിൾ ഷെയ്ഡും. അപ്പം ഇന്ന് നമുക്ക് ഈ 2 സാരീസും കാണാം. ഇതിന് 12,000 ആണെങ്കിൽ ഇതിന് എത്രയാണ് വന്നേക്കുന്നത് നമുക്ക് നോക്കണ്ടേ. TT215 എന്ന കോഡിൽ 11,499 പ്രൈസ് റേഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് സാരി ആദ്യം കാണണം? ഇങ്കി പിങ്കി പൊങ്കി വെച്ച് നോക്കണോ? ഞാൻ ആദ്യം ഇതെടുക്കാം. ഇപ്പം ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയറാമിൻ്റെ മോളുടെ കല്യാണം മുതൽ നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ ഹൗസ് വാമിങ് എല്ലാം ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് വന്നേക്കുന്ന കാരണം ഒത്തിരി ട്രെൻഡിങ് ആയിട്ട് പലരും വന്ന് ചോദിക്കുന്ന ഒരു കളറാണ് ഈ ഒരു ബർഗൻഡി ചേർന്ന ഒരു വാടാമുല്ല, അല്ലെങ്കിൽ ഒരു ഡാർക്കർ പർപ്പിളിഷ് ടിൻറ്റ്. അപ്പം ബോർഡർലെസ് പാറ്റേൺസിനേക്കാളും കൂടുതൽ ചെറിയൊരു ജെറി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഈ സാരി വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ അതിൻ്റെ തന്നെ പേസ്റ്റൽ ടച്ചിൽ വന്നിരിക്കുന്ന പല്ലുവാണ് പെയർ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ബ്ലൗസ് പീസും വന്നിരിക്കുന്നത്. കണ്ടോ, അപ്പം ബ്രൊക്കേഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്, ബോഡിയിൽ ഫുള്ളനായിട്ട് ബൂട്ട, അതായത് ബോർഡർലെസ് കാഞ്ചീപുരത്തിൽ വരുന്ന പോലത്തെ ബൂട്ട പാറ്റേൺസ് ആണ് ബോഡിയിൽ വന്നിട്ടുള്ളത്. അതെല്ലാം കൂടെ ഇഴകി ചേർന്നിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനെ ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. എങ്ങനെയുണ്ട് സാരി? അപ്പോൾ ഇതിന് ഇച്ചിരിയും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണോ? ഇതിനെ ഒന്ന് ജസ്റ്റ് ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുക. 1 ലെയർ ഇടുന്നവരാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ചെയ്യിപ്പിക്കുക, അല്ല അടുക്കി കുത്തുന്നവരാണെങ്കിൽ ലോവറിൽ വന്നേക്കുന്ന ബൂട്ടാസിനെ ചെയ്യിപ്പിക്കുക. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ചെറിയൊരു ജെറി ഡീറ്റെയിലിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ബോഡിയിൽ ഫുള്ളായിട്ട് ആ ബൂട്ട വീവിങ് പാറ്റേൺസും വന്നിട്ടുണ്ട്.
ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ ഈ സെയിം ടോണിൻ്റെ തന്നെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഇച്ചിരിയും കൂടി ഒരു മോവ് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഉള്ളിത്തൊണ്ടിൻ്റെ ഒരു മങ്ങി വരുമ്പോൾ ഉള്ളൊരു കളർ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡ് പാലറ്റാട്ടോ അതിനകത്ത് വന്നേക്കുന്നത്. അതിനകത്തും ആ ഒരു ഗ്രഡേഷൻ പാറ്റേണിലുള്ള വീവിങ് സ്റ്റൈൽസ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി കാണേണ്ടത്. ആ ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ത് ഫൈനായിട്ടാണ് നമ്മൾ ഡിജിറ്റലിൽ കാണുന്ന പോലത്തെ ഗ്രഡേഷൻസ് അല്ലേ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഗ്രഡേഷൻ പാറ്റേണിലുള്ള വീവിങ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. ആൻഡ് ഈ വന്നിരിക്കുന്ന ഡീറ്റെയിലിംഗ് ബോർഡർ തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് പീസിലും വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സാരി ഇത് എങ്ങനെയാണ് വന്നേക്കുന്നത്, TT215 11,499 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാരി. ഇനി നല്ല ഭംഗിയുള്ള നമ്മുടെ ഗോൾഡൻ മസ്റ്റേർഡ് കളർ, ആ ട്രഡീഷണൽ ആയിട്ടുള്ള ബോർഡേഴ്സ് കണ്ടോ. ഈ ബോർഡേഴ്സ് ഒന്നും ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവത്തില്ലാത്ത ബോർഡേഴ്സാണ്. TT223 എന്ന കോഡിൽ 12,499 പ്രൈസ് റേഞ്ചിലാണ്. ട്രഡീഷണൽ പാറ്റേൺ സ്റ്റൈൽ ആണെങ്കിലും എന്നും നമുക്ക് സ്റ്റൈൽ പോകില്ലാത്ത ആ ഒരു ലുക്ക് അല്ലേ. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ആ ബൂട്ടയും കൂടെ ഒന്ന് ക്ലോസറിൽ കാണിച്ചോ കേട്ടോ ജഗൻ. ഉണ്ടോ, ആ ട്രഡീഷണൽ ബൂട്ടയാണ്. പെട്ടെന്ന് നോക്കിയാൽ ഒരു ട്രഡീഷണൽ മിറർ പാറ്റേൺ പോലെ തോന്നുന്ന സ്റ്റൈലിലുള്ള ഒരു ആർച്ച് പാറ്റേൺ, അതിനകത്ത് ആ ഒരു കേർവിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് വുഡൻ കാർവിങ്സ് ഒക്കെ ചെയ്ത് വെക്കുന്ന പോലത്തെ ഫിനിഷിങ്ങോട് കൂടി വന്നിരിക്കുന്ന ബൂട്ട ഡീറ്റെയിലിംഗ് ആൻഡ് റിച്ച് ആയിട്ട് നിൽക്കുന്ന ബോർഡേഴ്സ്. ഇപ്പം നോർമലി നമ്മൾ ഇങ്ങനത്തെ ഇടുമ്പോൾ നമ്മൾ മുല്ലമട്ടുമാല അങ്ങനത്തെയൊക്കെ പറയും. അതിന് പകരമായിട്ട് ഡിസൈനർ ലുക്കിലുള്ള കോൺട്രാസ്റ്റ് ജ്വല്ലറീസ് പെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ക് ഓഫ് ദി ഡേ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളായിരിക്കും ഈ സാരി ഉടുത്ത് പോയി കഴിഞ്ഞാൽ ആ ദിവസത്തെ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്ന ആൾ. നല്ല ഭംഗിയുള്ളൊരു സാരി, അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ, ഒട്ടും ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കാത്ത പല്ലു. ആൻഡ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ, പ്ലെയിനിൽ ബോർഡേഴ്സ് വന്നേക്കുന്ന ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ആ ബ്ലൗസിന് നമുക്ക് ഇച്ചിരിയും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യെല്ലോയിനെ ഒരു ഹൈലൈറ്റഡ് കോമ്പിനേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം കാണിച്ചിരുന്ന പേർപ്പിൾ കളറിലെ പേർപ്പിൾ കളറിൻ്റെ ചെറിയൊരു വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും. അപ്പം ഈ കളക്ഷൻസ് എല്ലാം റെഡി ഫോർ ഡെസ്പാച്ച് ആണ്, സിംഗിൾ പീസസ് ആണ്. ഇതിപ്പം റെഡി ആയിട്ട് നിങ്ങൾക്ക് കണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരെ ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്ത് ശങ്കർ റോഡിലുള്ള നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എത്തിയാൽ മതി കേട്ടോ.